പ്രോട്ടീൻ പൗഡറായും ഹെൽത്ത് മിക്സായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പൗഡറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂനട്ട്, ബദാം, പീനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതുണ്ടോ. ഞാനൊരു അരക്കപ്പ് വീതമാണ് എല്ലാം എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വറവെല്ലാം വ്യത്യാസമായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും. ഇനിയിപ്പോൾ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് തണുക്കാനായിട്ടൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു സെയിം പാനിലേക്ക് മഖാന ഉണ്ടല്ലോ, അത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാണ് ഇത്. പിന്നെ വാൾനട്ട്, പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ സീഡും പംകിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ മഖാന എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇത് വേവിക്കാതെ കഴിക്കുമ്പം ഒരു റബ്ബർ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് അരക്കപ്പോളം രാജ്മ, പിന്നെ വേണ്ടത് സോയാബീനാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് തെനയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മില്ലറ്റ്സ് ആണ്, ഫോക്സ് ടെയിൽ മില്ലറ്റ്സ് എന്നാണ് പറയുന്നത്. അത് ഒരു അരക്കപ്പോളം ചേർക്കുന്നുണ്ട്. പിന്നെ ബാർലിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കുറച്ച് വറവ് അധികമുള്ള ഐറ്റം ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടി, ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മില്ലറ്റ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാമ റൈസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മില്ലറ്റ് മാത്രം ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ പൊട്ടുകടലയുണ്ടല്ലോ, അതൊരു അരക്കപ്പോളം, പിന്നെ മൂങ് ദാൽ അരക്കപ്പ്, പിന്നെ വേണ്ടത് എള്ളാണ്, കറുത്ത എള്ള്, അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ തവിട് കളയാത്ത അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് വറവ് ആവശ്യമില്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഓൾറെഡി കുറച്ച് റോസ്റ്റഡ് ആണ്. എന്നിട്ട് ഇത് 2 മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സിൽ പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാതിരുന്നത്. ഇനി ഇതെല്ലാം വറുത്തതിന് ശേഷം തണുപ്പിക്കാൻ വെക്കുക കേട്ടോ. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതും റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കാവുന്ന കേട്ടോ. നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ തുടച്ചതിന് ശേഷം വേണം കേട്ടോ പൊടിക്കാൻ വേണ്ടി. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ആയിരുന്നു പൊടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം നമുക്ക് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കാം. പുറത്ത് ഒരു 1 വീക്ക് വരെയൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ എള്ളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ആ ഒരു ഓയിലിൻ്റെ കാറലുണ്ടാവും കേട്ടോ. പിന്നല്ലേ ഇത് കഴിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ പാലിൽ 2 ടേബിൾ സ്പൂണോളം ഈ ഒരു പൗഡർ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന ടൈമിൽ 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര മാത്രമായിട്ട് പൊടി പോലെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുപോലെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം തേങ്ങ കൂടി ചേർത്ത് നല്ല ഉരുളകളാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുട്ടികൾക്ക് ഇതുപോലെയാണ് ചെയ്തു കൊടുത്തത്. അവൾക്ക് ആ പൊടിയേക്കാൾ ഇഷ്ടമായത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ഉരുളകളാക്കി ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഓരോ 2 ഉരുള വീതം ഒരു ദിവസം കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കാം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.